സോ ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സൈസ് അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ ഗ്രാനിയാണ് കളിക്കാൻ പോണേ. സൈസ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഗ്രാനിയിൽ നമ്മുടെ കാർ എസ്കേപ്പ് ആണ് കേട്ടോ കളിക്കാൻ പോണേ. കാർ എസ്കേപ്പ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആക്കും. സോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. സൈസ് അപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മുടെ ഈ പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്പോൺ ആവുക, കാറിനുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വ്രഞ്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കറിയില്ല ഈ വ്രഞ്ച് കാറിന് ആവശ്യമുണ്ടോയെന്ന്. നമുക്കേതായാലും ഒന്ന് നോക്കാം. ഈ വ്രഞ്ച് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചെറിയൊരു ലാഗ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്കല്ല, ഗെയിമിന് തന്നെ ചെറിയൊരു ലാഗ് ഉണ്ട്. അത് നിങ്ങൾ വലിയ കാര്യമൊക്കെ എടുക്കണം. മൈൻക്രാഫ്റ്റ് ഈ റോബോട്ടൊക്കെ ഇല്ലേ, അതുപോലെയാണ് ഈ വീഡിയോയുടെ ലാഗ്. നിങ്ങൾ വലിയ കാര്യമൊക്കെ എടുക്കണ്ട. അത് കുറച്ച് കഴിയുമ്പോൾ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. മാർക്കോളും. അതേ ഗ്രാനി വന്നടാ. ഗ്രാനി വന്നില്ല, അടുക്കളയിലേക്കാണ് പോയത്. അയ്യോ എടാ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, എനിക്ക് ആ കാർക്കി എടുക്കായിരുന്നു ഞാൻ, പക്ഷെ അത് എടുത്തില്ല. ഗൈസ് വീഡിയോയ്ക്ക് നല്ല ലാഗ് ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയ്ക്ക് നല്ല ലാഗ് ഉണ്ട്. ഓക്കെ, ഇപ്പം മാറി, കുറച്ച് ലാഗ് ഇപ്പം മാറി. സോ ഇനി നമുക്ക് ഏതെങ്കിലും ക്രൗച്ച് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോകാം. ഗ്രാനി ഇപ്പോൾ സൗണ്ട് ഇട്ട് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ വിഞ്ച് ഹാൻഡിൽ എടുക്കാം. ഓക്കെ, വിഞ്ച് ഹാൻഡിൽ എടുക്കാൻ പോവാം. കൊടുക്കോ. എല്ലാ കാര്യവും നമ്മൾ പെട്ടെന്ന് ചെയ്യണം. ഗ്രാനി നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് ചെയ്യണം. നമ്മളിന്ന് ഡേ 1 തന്നെ എസ്കേപ്പ് ആവുന്നുണ്ടോ. ഓക്കെ, അതെ വിഞ്ച് ഹാൻഡിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ എടുത്തു. ഇനി നമുക്ക് ഈ വിഞ്ച് ഹാൻഡിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ഇടണം. എവിടെ? നമ്മുടെ കാറിൻ്റെ സ്ഥലത്ത് ഞാൻ ഇട്ടിട്ട് എനിക്ക് വേറെ കാര്യം ചെയ്യാനുണ്ട്. ആ കാര്യം ഞാൻ ചെയ്തിട്ട് ഞാൻ കാറിൻ്റെ സ്ഥലത്ത് ഇട്ടിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ എന്താ പറയണത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. എനിക്കൊന്നും മനസ്സിലായില്ല. സോ അതേ വരുന്നത്. ഈ ഗ്രാനിക്ക് വല്ല ഇതെടുത്തോണ്ട് നടന്നൂടെ, വല്ല മെത്ത എടുത്തോണ്ട് നടന്നൂടെ? വെറുതെ എന്തിനാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു ബേസ്ബോൾ ബാറ്റും നിറച്ച് എടാ വഴി മാറിപ്പോവാണല്ലോ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഓക്കെ, ഓടിക്കോ. സോ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇത് തുറന്നു. ഇനി ഞാൻ ഈ ഡോർ തുറന്നു. ഇനി ഞാൻ നേരത്തെ ഇതുണ്ടല്ലേ, ഈ സംഭവം ഞാൻ തിരിക്കണം. നമ്മൾ കിണറിൽ കൊണ്ട് തിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമാവും. ഓക്കെ, ഇവിടെ ലാഗിൻ്റെ പ്രശ്നം തുടങ്ങി. ഓക്കെ, അവിടെ വന്നില്ലേ? ഈ പണ്ടാരം എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് ഈ ലാഗ്. എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അപ്പം തുടങ്ങും ലാഗ്. ചിലപ്പോഴൊക്കെ ചില ഭാഗത്തൊക്കെ ഈ ലാഗ് മാറും. നിങ്ങൾ തുടക്കത്തിൽ കണ്ടില്ലേ എന്ത് ലാഗായിരുന്നു? നമ്മളെ സ്പോണാവുന്ന ഡേ 1 സ്പോണാകുമ്പോൾ തന്നെ എന്ത് ലാഗായിരുന്നു. നമുക്ക് ഈ ഗെയിമിന് എന്നാടാ ഒരു ഇൻട്രോ ഇല്ലാത്ത? ഈ ഗ്രാനി 4 നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ലേ? അതുപോലെ ഞാൻ ഇവിടെ ശബ്ദം ഉണ്ടാക്കി. കാരണം അത് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ ഇല്ല. ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഗ്രാനി റീമേക്ക് കണ്ടിട്ടില്ലേ? നമ്മളൊരു കാട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ ഗ്രാനി നമ്മളെ പിടിച്ചടിക്കുന്നത്. ഗ്രാനി എസ്കേപ്പ് ടുഗെദറിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉണ്ടാക്കണം. ഗ്രാനി ഏതായാലും അപ്പുറമാണ്. എനിക്ക് ഗ്രാനി ഡോർ തുറക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ടാ. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് എടുത്തിട്ട് നമുക്ക് നേരെ അടിയിലേക്ക് പോകാം. അതേ കണ്ട, അവിടെ ട്രാപ്പ് ഇട്ടൊക്കെ കണ്ട, നമ്മളെ കൊടുക്കാൻ. അത് ഇച്ചിരി കഴിയുമ്പോൾ പൊക്കോളും ഞാൻ കുടുങ്ങുവാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് പോയി കാർ ബാറ്ററി എടുത്തുകൊണ്ട് വരണം. ഗ്രാനി വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോഴത്തേനും നമുക്ക് പോയി കാർ ബാറ്ററി എടുക്ക്. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. സെറ്റ്. ഓക്കെ, ഇനി ഇതിവിടെ ടൈറ്റ് ആക്കണം. നമ്മുടെ സ്പാനർ വെച്ച് എൻജിനൊന്ന് ടൈറ്റ് ആക്കണം. ടൈറ്റാക്കി. ഓക്കെ, ഫ്രണ്ടിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിലാണ് പണി, ഡിക്കിയിലുള്ള പണികൾ. നമുക്കിപ്പോൾ ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. നമുക്ക് ഈ സ്പാനർ വെച്ച് ശബ്ദം ഉണ്ടാക്കാം. വ്രഞ്ച്, അങ്ങനെ ഇതിനാരൊക്കെയാടാ ഇങ്ങനെ വ്രഞ്ച് എന്നൊക്കെ പേരിട്ടെ? സ്പാനർ എന്നല്ല ഇതിന് പറയണ്ടേ.
എന്തേലും ആട്ടെ. ഓക്കെ, ഗ്രാനി വാങ്ങുന്നു പെട്ടെന്ന്. ഇതെന്ത് ഗ്രാനി നമ്മളെ കാണണ്ട ഗ്രാനി നമ്മളെ. ഓക്കെ, ഞാൻ ഗ്രാനി നമ്മളെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ നേരെ നമ്മുടെ കാർക്കിയൊക്കെ പോയി അങ്ങോട്ട് എടുത്തു കേട്ടോ. ഗ്രാനീനെ വെട്ടിച്ചിട്ട് ഞാൻ ഗ്രാനീനെ വെട്ടിച്ച് പോയി നമ്മുടെ കാർക്കി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന്. ഇനി നമുക്ക് ഇവിടെ വെച്ച് ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാനി പോയെന്നാണ് എൻ്റെ ഒരു ഊഹം. നമുക്ക് ഏതെങ്കിലും പോവാം. ഇനി നമുക്ക് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അവിടുത്തെ നമ്മുടെ കാറിൻ്റെ ഡിക്കി നമ്മളങ്ങോട്ട് തുറക്കണം. ഗ്രാനി ഇവിടെ ഇല്ലല്ലോ. ഇല്ല. നമുക്ക് ഈ ഡിക്കി തുറക്കണം. നമ്മുടെ വെപ്പൺ കീ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി ക്രോസ് ബോയും ഡാർക്ക് കൊടുക്കണം. നമുക്കത് ഇവിടെയൊക്കെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, ശബ്ദം ഉണ്ടാക്കി. ഇനി ഗ്രാനി ഇങ്ങോട്ട് പോട്ടെ. ഗ്രാനി തേടാ പോണടാ. തള്ളതേ പോണ്. കള്ളക്കളവി. കയറിപ്പോട്ടെ. കയറിപ്പോയി. എന്നിട്ട് നമുക്ക് ഗ്രാനീനെ എങ്ങനെ ഇരുന്ന് വട്ടം കറക്കാം. പോയി. അപ്പം നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ വെപ്പൺ എടുക്കാം. തുറക്കടാ. ഇവൻ ഇങ്ങനെ ലാഗ് അടിപ്പിക്കുന്ന വെറുതെ മനുഷ്യനെ. ഓക്കെ, ഉണ്ട എടുത്തിട്ടുണ്ട്. ഗ്രാനി ഇനി ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി. ഗ്രാനിനെ നമ്മളിട്ട് അലക്കും. ഇങ്ങോട്ട് വാ. കറക്റ്റ് നെഞ്ചിട്ട് തന്നെ. ഓക്കെ, കറക്റ്റ് ഞാൻ നെഞ്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കിളവി. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ഉണ്ടല്ലോ പോയിട്ട് സ്ക്രൂ ഡ്രൈവർ വീഴ്ത്തണോ? വീഴ്ത്തിയേക്കാം. വൈ നോട്ട്? പ്രശ്നമൊന്നുമില്ലല്ലോ. എടാ, എനിക്കെന്തോ നമുക്ക് ഇപ്പം പോയിട്ട് ഇവിടെ എന്തേലും ഉണ്ടോ ഞാൻ ഈ ഗ്ലിച്ച് ചെയ്തിട്ട് അല്ല വേണ്ട, നമുക്ക് പോയി സ്ക്രൂ ഡ്രൈവർ വീഴ്ത്തന്നെ ചെയ്യാം. അല്ല വേണ്ട, നമുക്കിത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ സിവറിലേക്ക് പോയില്ലേ? അല്ല, സിവറിലേക്ക് പോകണ്ട. നമുക്ക് സ്ക്രൂ ഡ്രൈവറിന് വീഴ്ത്താം. എടാ, ഇതെന്ത്? എനിക്ക് മൊത്തം ഇതാണല്ലോ. സോ എനിക്കിത് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം നടക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഉണ്ട എടുത്തിട്ട് നേരെ ഞാൻ ബേസ്മെൻറ്റിൽ കൊണ്ടുവരട്ടെ. ബേസ്മെൻറ്റാണ് നമ്മുടെ മാളം. ഈ ഗ്രാനിയുടെ വീടൊക്കെ എന്നെ റിച്ചാണെന്ന് നോക്കണേ. അവിടെ റെഡ് പെയിൻ്റൊക്കെ കൊണ്ടുപോയി തറയിൽ ഒഴിച്ച് വെച്ചേക്കുക. ഇനി ഗൈസ്, ഈ ഒരു എസ്കേപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2ലേക്ക് എടുക്കും. ഇനി ഗ്ലിച്ച് വഴി നമുക്ക് നേരെ സിവറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കോഗുയിൽ എടുക്കണം. എനിക്ക് എല്ലാ സാധനവും എവിടെ ഇരിക്കണമെന്ന് അറിയാം. ഓക്കെ. അയ്യോടാ, ഞാൻ സേഫ് ഓർക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ തുറക്കണ്ട. എടാ, വെയിറ്റ് ചെയ്യടാ. ഇല്ല, നമ്മളിപ്പോൾ പിടിച്ച് തിന്നും. ഈ ഗ്രാനി സ്പൈഡർ നമ്മൾ ഗ്ലിച്ചായിട്ടാണ് പോകുന്നത്. ഗ്രാനിക്ക് ഒടുക്കത്തെ സ്പീഡാണ്. സ്പൈഡർ മോമിന് ഒടുക്കത്തെ സ്പീഡല്ല, നമുക്കാണ് ഒടുക്കത്തെ സ്പീഡ്. ഗ്രാനി സ്പൈഡർ പോകുമ്പോഴത്തേനും നമ്മൾ അടുത്തേക്ക് പോകണ ഗ്രാനി നമ്മളെ പിടിച്ച് തിന്നും. എനിക്കെപ്പോഴും വായിൽ ഗ്രാനി നടത്തുള്ളൂ. നമ്മൾ ആദ്യത്തെ വീഡിയോക്കകത്ത് നമ്മൾ സിവർ എസ്കേപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ. എടാ, കണ്ടടാ നമ്മളെ കണ്ടടാ. ഗ്രാനി സ്പൈഡർ നമ്മളെ കണ്ടടാ. ഈ പെണ്ണുപിള്ളനെ കൊണ്ട് ഈ സ്പൈഡർ മോമ് എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ പേര് കേട്ടോ. അതേ പോയി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാം. അയ്യോ, നമ്മളിപ്പോൾ പോയിരുന്നെങ്കിൽ പണി പാളിയാനെ. എന്തേ കണ്ടോ? കണ്ടോ? അതെ. എടാ, അത് അങ്ങോട്ടാടാ കയറി പോണേ. നമുക്കും പോവാം. എടാ, അതവിടെ നിൽക്കുവാടാ. അതവിടെ നിൽക്കുക. ഇനി എന്ത് ചെയ്യാടാ? കണ്ട് പണ്ടാരകാലത്ത് ഇവളെന്നെ കണ്ട്. ഓട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളി. എനിക്കിങ്ങനെ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീഡിയോ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ മൊത്തം ലാഗാവുന്ന. കാരണം ഇത് കണ്ടില്ല എന്ത് ലാഗാണ് ഈ വീഡിയോ. നിങ്ങൾ തന്നെ പറയുന്നത് എന്ത് ലാഗാണെന്ന്. ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. ഗ്രാനി എന്നെ വരാത്ത. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഗ്രാനിനെ ആ മുറിയിലിട്ട് പൂട്ടിയാലോ? ഇപ്പോൾ വേണോ? ഇപ്പോൾ വേണ്ട, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലേ. സോ എന്നെ സ്പൈഡർ ഏഞ്ചലീനെ കണ്ടിട്ടുണ്ട്. ഇനി മേളിലേക്ക് കയറി പോയിട്ടുണ്ട്. നമുക്കിനി നേരെ
നമുക്ക് ഇവിടെ നിന്ന് വിടാം. നമുക്കിത് ഞാൻ കുറച്ച് മുമ്പ് വീൽ ക്രാങ്ക് വെച്ചത് തുറന്നിട്ടുണ്ടായി. ഇനി നമുക്ക് ഇത് തുറക്കാം. എന്നിട്ട് പ്ലേയേഴ്സ് കീ കിട്ടി. നമ്മുടെ ഈ പ്ലേയേഴ്സ് കീ ഇങ്ങനെ എടുക്കാം. എനിക്ക് സ്പൈഡറിൻ്റെ ഫുഡ് സ്റ്റെപ്പ് കേൾക്കാനുണ്ട് സ്പൈഡറിൻ്റെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് നന്നായിട്ട് കേൾക്കാനുണ്ട്. സോ അത് എന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തു. ഇവിടുന്ന് സ്ക്രൂ ഡ്രൈവർ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. കാരണം അവിടുന്ന് നമ്മൾ സേഫ്റ്റി എടുത്തിട്ട് സേഫ് തുറന്നിട്ട് നമ്മൾ ചെയിൻ കട്ടർ എടുത്തിട്ട് മേളിൽ പോയിട്ട് ആ കോഗ് വീൽ എടുക്കണം. അതിന് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം. ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് രണ്ട് സ്ക്രൂ വയ്ക്കുമ്പോഴാണ് നമുക്കത് കിട്ടണം. സേഫ്റ്റി. എടാ സ്പൈഡർ ഏഞ്ചലീന അവിടെ തന്നെ നിൽക്കുക. എടാ ഈ ലാഗ് എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. ഓക്കെ ഞാൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് വിചാരിച്ചു സ്പൈഡർ ഏഞ്ചലീനയാണെന്ന്, ആ പൊട്ടിക്കണേക്കുന്ന സാധനം കണ്ടിട്ട്. ഓക്കെ, ഞാൻ ചെയിൻ കട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഇത് അങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ വന്ന് ക്യാമറ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായി, അതുകൊണ്ട് ഇനി ഇത് അടയ്ക്കാൻ പോണില്ല. ഓക്കെ, ഞാനത് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഗ്രാനീനെയൊക്കെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് ചാടണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ കോഗ് വീൽ എടുക്കണം. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവിടെ കൊണ്ടുപോയിടാം, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ അടുത്തായിട്ട്. എന്നിട്ട് അടുത്ത കോഗ് വീൽ എടുക്കണം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ അടുത്ത കോഗ് വീൽ എടുത്തുകൊണ്ട് വരാം. അടുത്ത കോഗ് വീൽ ആദ്യം നമുക്ക് പ്ലേയേഴ്സ് കൊടുക്കാം. പ്ലേയേഴ്സ് നമുക്ക് തുറക്കണം ആദ്യം, ഇല്ലാതെ ഒരു കളിയില്ല. സോ ഞാൻ പോയിട്ട് നമ്മുടെ പ്ലേയേഴ്സ് അങ്ങ് തുറക്കട്ടെ കേട്ടോ. തുറക്ക. ഓക്കെ, തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോഗ് വീൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കോഗ് വീൽ എടുത്തുകൊണ്ട് വരാം. നമ്മൾ രണ്ടാമത്തെ കോഗ് വീൽ എടുക്കണമെങ്കിൽ ഈ വഴിയാണ് പോകേണ്ടത്. കാരണം അപ്പുറം വഴി പോയി കഴിഞ്ഞാൽ ഗ്രാനി ഉറപ്പായിട്ട് നമ്മൾ പിടിക്കും. ഞാൻ ഡേ 1 തന്നെയാണ് എസ്കേപ്പ് ആവുന്നത്. എടാ ഈ ലാഗ് എനിക്ക് ഇഷ്ടമല്ല. ഈ വീഡിയോ ഞാൻ തുടങ്ങിയപ്പോൾ നമ്മൾ സ്പോണായപ്പോഴുള്ള ലാഗ് നിങ്ങൾ കണ്ടായിരുന്നോ? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഞാൻ ഇവിടുത്തെ എല്ലാ സൗണ്ടും ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് പോണേ. കാരണം ഗ്രാനിയൊക്കെ അങ്ങോട്ട് പൊക്കോട്ടെ. ഞാൻ ആദ്യം അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടല്ലേ വന്നത്. അതുകൊണ്ട് ഗ്രാനി ഉറപ്പായിട്ടും നമ്മളെ പിടിക്കാൻ വരും. അപ്പോൾ അവിടെ വെച്ച് ഗ്രാനി നോക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് പാഡ്ലോക്കിയും കൂടെ കിട്ടിയാൽ മതി, കളി സെറ്റാവും. വെക്ക്. എടാ പാഡ്ലോക്ക് കിട്ടി. എടാ നമുക്ക് പാഡ്ലോക്ക് കിട്ടി. ഇനി നമുക്കിനി ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും നേരെ അടിയിലേക്ക് പോവാം. പിന്നെ ഇവിടെയും കൂടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, താഴെ വീട്. എടാ പോടാ, എനിക്ക് പാഡ്ലോക്ക് കിട്ടിയടാ. ഗ്രാനി ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണല്ലോടാ. ഓടോട്. നമുക്കിനി പോയിട്ട് നമ്മുടെ പാഡ്ലോക്കി തുറക്കാം. പാഡ്ലോക്കിയും പോട്ടെ, നമുക്ക് ഇത് തുറക്കാം. നമ്മുടെ ഈ ഷട്ടർ തുറക്കാം. ഷട്ടർ. ഓക്കെ, ഞാൻ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രാനി അവിടെ ഡോർ തുറക്കുന്നുണ്ട്. നമുക്കിനി നമ്മുടെ കാർ കീ എടുക്കാം. എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഡിക്കി അടയ്ക്കാം. അതായത് നമുക്ക് ഈ വഴി പോയിട്ട് കാർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. റിവേഴ്സ്, ഫോർവേഡ്. ഒന്നുകൂടെ റിവേഴ്സ്, ഫോർവേഡ്. ഓക്കെ, ഒന്നുകൂടെ ലാസ്റ്റ് ഫോർവേഡ്. യെസ്. സോ അങ്ങനെ ഞാൻ നമ്മുടെ ഗ്രാനിയിലെ എല്ലാ എസ്കേപ്പും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രാനി ചാപ്റ്റർ 2ലേക്കാണ് പോകേണ്ടത്. ഗ്രാനി അവിടെ വായും പൊളിച്ച് നോക്കി നിൽപ്പുണ്ട്. അയ്യോ. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ് ചെയ്യാം. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബായ്. അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ അടുത്ത വീഡിയോ ഗ്രാനി ചാപ്റ്റർ 2 ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.